ഗുഡ് ഈവനിങ്. കേൾക്കാവോ? അനീഷ കേൾക്കാമല്ലോ അല്ലേ? ബാക്കിയുള്ളവർ വരുന്നേ ഉള്ളായിരിക്കും. എന്തെങ്കിലും തിരക്കോ എല്ലാവർക്കും എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. പിന്നെ നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നോക്കും. നമ്മൾ 5ാം ക്ലാസ് മൊത്തം തീർന്നായിരുന്നു. നമ്മൾ ഇന്ന് നോക്കുന്ന 6ാം ക്ലാസ്സിലെ യൂണിറ്റാണ്, ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. നമുക്ക് കൂടുതലായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലാതെ വൺ വേർഡ് അങ്ങനെ ഓപ്ഷനിൽ ഒറ്റ ഉത്തരം അങ്ങനെ വരുന്നതായിരിക്കില്ല. ഈ ഒരു യൂണിറ്റിൽ നിന്ന് കൂടുതലായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നൊരു യൂണിറ്റാണിത്. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. ഇതിൽ കുറേ ടോപ്പിക്കുകളുണ്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത്. പക്ഷെ അത് നല്ല രസമാണ്, പഠിച്ചു പോകാനാണെങ്കിൽ നല്ല രസമുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ കുറേ ആളുകളുടെ പേരുകൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇച്ചിരി പാട് തോന്നും എല്ലാവരുടെയും ഇത് ഓർഡർ അനുസരിച്ച് പഠിച്ചു വരുമ്പോൾ. പക്ഷെ നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, നമുക്കത് പഠിച്ചു തന്നെ പോവാം. ഒരു മിനിറ്റ് അമ്മച്ചി, അവര് വന്നു. ഈ വാതിലൊന്ന് ചാരിയേക്കോ? ഓക്കെ, ഹലോ, കേൾക്കാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും? അങ്ങനെ നമുക്ക് നോക്കാം മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. ആദ്യം തന്നെ ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാം, അതായത് ഞാൻ കുറേയൊക്കെ ഭാഗം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടയ്ക്കൂടെ കയറി വരയ്ക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് തന്നെ ഉണ്ടാക്കി പഠിച്ചു പോകാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു യൂണിറ്റ് തന്നെ. അപ്പോൾ നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഏത്? നമ്മുടെ ഗംഗ. അപ്പൊ ഗംഗയുടെ പോഷക നദിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ യമുന നദി. ഇനി യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ അവിടെ 3 കാര്യങ്ങൾ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ, ഗംഗയുടെ പോഷക നദിയിൽപ്പെടുന്നതാണ് നമ്മുടെ യമുന. യമുന ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന നദിയുടെ ഉത്ഭവം. ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. അപ്പൊ ഈ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കുത്തബ് മിനാർ, മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. അപ്പൊ ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള, ഇത് മധ്യകാല സമയത്ത്, ആ ഒരു സമയത്ത് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട രാജവംശങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ആ ഒരു സമയത്ത് നടന്നിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കിക്കേ, ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. അത്യാവശ്യം ചെറിയൊരു സ്റ്റേറ്റ് ആണ്. അത് എങ്ങനെ, ഏതൊക്കെ കാരണങ്ങളാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത്. താഴെ തന്നിരിക്കുന്ന ഒരു ഭൂപടം, ആ ഭൂപടത്തിൽ നോക്കിക്കേ, സിന്ധു ഗംഗ സമതലം, ആരവല്ലി പർവ്വതം, യമുന നദി, പിന്നെ നടുക്ക് നമ്മുടെ ഡൽഹി കിടപ്പുണ്ട്. സിന്ധു ഗംഗ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഏത് സമതലത്തിലാണ്? സിന്ധു ഗംഗ സമതലത്തിലാണ് നമ്മുടെ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായി. അതായത് സിന്ധു ഗംഗ സമതലത്തിലെ ആ ഒരു വെള്ളത്തിന്റെ, അതായത് അവിടെ വെള്ളം ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമതലത്തിൽ കാർഷിക പുരോഗതി വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വെള്ളമുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ നല്ല മണ്ണുള്ള പ്രദേശത്ത് നല്ല രീതിയിൽ കൃഷിയൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ആ ഒരു സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിക്കേ, കാർഷിക പുരോഗതിക്ക് ഈ ഒരു ഫലഭൂയിഷ്ഠത, സിന്ധു ഗംഗ സമതലത്തിന്റെ ആ ഒരു സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ കാർഷിക പുരോഗതി അവിടെ കൂടുതലായിരുന്നു. ഭൂപടത്തിൽ ആരവല്ലി പർവ്വതനിരകൾ അടയാളപ്പെടുത്തിയിരിക്കാൻ ശ്രദ്ധിക്കൂ. ഈ പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. അത് അന്നത്തെ കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അന്ന് നമുക്കറിയാം, പലതരത്തിലുള്ള യുദ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതുണ്ടായിരുന്നു. അപ്പൊ അന്നെല്ലാം ഈ ഡൽഹിനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് യുദ്ധങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ ഇതിൽ നിന്നെല്ലാം രക്ഷിച്ചിരുന്ന എന്താണ്? ആരവല്ലി പർവ്വതനിരയായിരുന്നു. അപ്പം ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനോടൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചതും. അതായത് യമുന നദിയുടെ
പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരവല്ലി പർവ്വതനിരകൾ അവരെ സഹായിച്ചിരുന്നു. പിന്നെ സിന്ധു ഗംഗ സമതലം അതിന്റെ പ്രത്യേകതകളും എല്ലാം ഈ ഡൽഹിനെ ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഡൽഹിനെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചിരുന്നു. ഇതെല്ലാം ആ ഒരു ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ എന്ന് തന്നെ ചോദിക്കാം ഡൽഹിയുടെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് വായിച്ച് തന്നെ പഠിക്കണം. എഴുതി പഠിച്ചില്ലെങ്കിൽ പോലും ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിച്ച് നമ്മുടെ മൈൻഡിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കാം. നോക്കിക്കേ, ഡൽഹി അധികാര കേന്ദ്രം ഇനിയുള്ളതാണ്. ഓരോരുത്തർ വന്നു, ഇവർ വന്നു, ഇവർക്ക് ശേഷം അവർ വന്നു. അതൊക്കെയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഒരു കോഡ് അങ്ങോട്ട് പറ്റുന്നില്ല എനിക്ക് അങ്ങോട്ട് കോഡായിട്ട് വരാൻ. കാരണം അത് രാജാക്കന്മാരുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പേരുകളാണ്. പക്ഷെ അത് നിങ്ങൾ കോഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കോഡാക്കുക, അല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ മതി. ഇന്നയാൾ കഴിഞ്ഞിട്ട് ഇതാണ്, ഇയാൾ കഴിഞ്ഞിട്ട് ഇതാണ്, അവസാനം വന്ന് ഇന്നയാളാണ്. അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. നോക്കിക്കേ, ഡൽഹി അധികാര കേന്ദ്രം. 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അപ്പം ആദ്യമായിട്ട് അധികാര കേന്ദ്രമാകുന്ന ആരുടെ രാജവംശത്തിലാണ്? ഇത് രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അപ്പൊ തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമാകുന്നത്. അപ്പൊ ആദ്യത്തെ ഡൽഹിയുടെ പേരെന്ന് പറയുന്നത് നമ്മുടെ ദില്ലിക എന്ന പേരിലാണ് ആദ്യം ഡൽഹി അറിയപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡൽഹി എന്നുള്ള പേര് വന്നത്. അപ്പൊ ആദ്യം നമ്മുടെ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരായിരുന്നു. ആ ഒരു സമയത്ത് ദില്ലിക എന്നുള്ള പേരായിരുന്നു. അതിനുശേഷം നോക്കിക്കേ, തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി. അപ്പം നമ്മുടെ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആര് വന്നു? നമ്മുടെ ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവരാണ് ഡൽഹിയിൽ ഭരണാധികാരികളായത്. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ. നമ്മുടെ സിനിമാ നടനെയൊക്കെ ഓർത്താലും മതി. രണ്ടാമത് തൊമര രാജാക്കന്മാർ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചൗഹാൻ രാജവംശത്തിൽപ്പെട്ട പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു അവസാനത്തെ, അതായത് ആ ഒരു വംശത്തില് അവസാനത്തെ രാജാവായിട്ട് വന്നത്. അദ്ദേഹത്തെ കീഴടക്കി ഘോറിലെ, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, മുഹമ്മദ് ഡൽഹിയിലെ ആധിപത്യം ഉറപ്പിച്ചു. അതായത് പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയിട്ട് ആര് വന്നു? ഘോറിലെ മുഹമ്മദ്. ആദ്യം തൊമര രാജാക്കന്മാര്, പിന്നെ ചൗഹാൻ, അതായത് പൃഥ്വിരാജ് ചൗഹാൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആര് വന്നു? ഘോറിലെ മുഹമ്മദ് വന്നു, ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ സേനാ നായകനായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിന്റെ സേനാ നായകനായിരുന്നു ആര്? നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്ക്. ഘോറിലെ മുഹമ്മദിന്റെ മരണശേഷം 1206 കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അപ്പം തൊമര രാജാക്കന്മാര് ചൗഹാൻ, അതായത് പൃഥ്വിരാജ് ചൗഹാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മുഹമ്മദ് കഴിഞ്ഞു. മുഹമ്മദിന്റെ സേനാധിപനായിരുന്നു നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്ക്. മുഹമ്മദിന് ശേഷം ആര് വന്നു? കുത്തബുദ്ദീൻ ഐബക്ക് വന്നു. അദ്ദേഹത്തിന്റെ രാജവംശം മംലൂക്ക് വംശം, അതായത് അടിമ വംശം എന്നറിയപ്പെടുന്നു. അപ്പൊ അടിമ വംശത്തിലെ പ്രധാനപ്പെട്ട ആള് ആരായിരുന്നു? നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്കാണ്. നമ്മുടെ അതായത് മംലൂക്ക് വംശം എന്നറിയപ്പെടുന്ന അടിമ വംശത്തിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. മംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. 1206 മുതൽ 1256 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നും ഈ കാലം സൽത്തനത്ത് കാലം എന്നും അറിയപ്പെടുന്നു. സൽത്തനത്ത് കാലം എന്ന് അറിയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സുൽത്താൻമാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സൽത്തനത്ത് കാലം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം ഏതൊക്കെ വംശങ്ങൾ, അതായത് വേറെ 4 രാജവംശങ്ങൾ വന്നു. അതെല്ലാം കഴിഞ്ഞ് അവസാനം ഡൽഹിയിൽ ഭരണം നടത്തിയവരാണ് നമ്മുടെ സൽത്തനത്ത് രാജവംശം, അതായത് സുൽത്താൻമാർ എന്ന് അറിയപ്പെട്ടിരുന്നവർ. ആ ഒരു രാജവംശത്തെ നമ്മൾ പറയുന്നതാണ് സൽത്തനത്ത് കാലം. അവരുണ്ടായിരുന്ന ആ ഒരു കാലമാണ് സൽത്തനത്ത് കാലം. ഇതാണ് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നോക്കിക്കേ, രജപുത്രർ മധ്യ ഇന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു രജപുത്രർ. ഇവരിൽ പ്രധാനങ്ങളായിരുന്നു ആര്? തൊമരന്മാരും ചൗഹാന്മാരും. നമുക്കറിയാം ആദ്യം നമ്മുടെ തൊമര രാജാക്കന്മാരായിരുന്നു. അത് കഴിഞ്ഞ് ചൗഹാൻ വന്നു, പിന്നെ നമ്മുടെ മുഹമ്മദ് വന്നു, പിന്നെ അദ്ദേഹത്തിന്റെ സേനാധിപനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് വന്നു. പിന്നെ അതിനുശേഷം വേറെ 4 രാജവംശങ്ങളും കൂടെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1206 മുതൽ 1526 വരെ, ഈ വർഷങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 1206 മുതൽ 1526 വരെ
നമ്മുടെ സുൽത്താൻമാർ, അതായത് സൽത്തനത്ത് കാലമായിരുന്നു ആ ഒരു സമയത്ത്. ഇനി നോക്കിക്കേ, നമ്മുടെ സൽത്തനത്ത് കാലത്ത് ഡൽഹി ഭരിച്ച രാജവംശങ്ങളെ, പ്രധാന ഭരണാധികാരികളെ ക്രമമായി നൽകിയിരിക്കുന്നു. ഈ ഒരു ക്രമത്തിലാണ് അവർ പോയത്. അപ്പൊ നോക്കിക്കേ, മംലൂക്ക് വംശം, അതായത് അടിമ വംശം, അത് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട സേനാധിപനായിരുന്ന കുത്തബുദ്ദീൻ ഐബുക്ക്, പിന്നെ ഇൽത്തുമിഷ്, ബാൽബൻ, ഇവര് മൂന്നുപേരായിരുന്നു നമ്മുടെ മംലൂക്ക് വംശം അഥവാ അടിമ വംശത്തിലെ പ്രധാനപ്പെട്ട അധിപന്മാര്. അടുത്തതാണ് മംലൂക്ക് വംശത്തിന് ശേഷം വന്നതാണ് നമ്മുടെ ഖൽജി വംശം, നമ്മുടെ അലാവുദ്ദീൻ ഖൽജി. അത് കഴിഞ്ഞ് തുഗ്ലക് വംശം, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, പിന്നെ സയ്യിദ് വംശം, അതായത് ഖിസിർ ഖാൻ, പിന്നെ ലോധി വംശം, ഇബ്രാഹിം ലോധി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സൽത്തനത്ത് കാലത്തില് ഡൽഹി ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങളാണ് ഈ അഞ്ചെണ്ണം എന്ന് പറയുന്നത്. മംലൂക്ക്, പിന്നെ ഖൽജി, അത് കഴിഞ്ഞ് തുഗ്ലക്ക്, പിന്നെ സയ്യിദ്, അതുപോലെ തന്നെ ലോധി. നമ്മൾ പറഞ്ഞായിരുന്നു മംലൂക്കിന് ശേഷം ഒരു 4 വംശങ്ങളും കൂടെ വന്നു, ഒരു രാജവംശങ്ങളും കൂടെ വന്നായിരുന്നു സൽത്തനത്ത് കാലത്ത് ഭരണാധികാരികളായിട്ട്. അവരാണ് ഈ ഖൽജി വംശവും തുഗ്ലക്ക് വംശവും സയ്യിദ് വംശവും ലോധി വംശവും. ആ വംശങ്ങളുടെ പേര് ഓർത്തിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ ചിലരുടെ പേര് ആ വംശങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലരുടെ പേര് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റത്തില്ലാത്തായിരിക്കും. പക്ഷെ ഈ വംശങ്ങളുടെ ആ ഒരു ഓർഡർ ഓർത്തിരിക്കണേ. ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ മംലൂക്ക് വംശം വന്നു, പിന്നീട് ഖൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇനി നോക്കിക്കേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് സൽത്തനത്ത് രാജവംശങ്ങളും പ്രധാന ഭരണാധികാരികളും. മംലൂക്ക് വംശത്തിലാണെങ്കിൽ കുത്തുബുദ്ദീൻ ഐബക്കും ഇൽത്തുമിഷും ബാൽബനും. പിന്നെ നമ്മുടെ ഖൽജി വംശം ആരായിരുന്നു? അലാവുദ്ദീൻ ഖൽജി. അങ്ങനെ ഓരോ രാജവംശങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭരണാധികാരികളെയാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഓൾറെഡി ഇവിടെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ബോക്സിൽ ചോദിച്ചിരിക്കുന്നത്. അത് നോക്കിക്കേ, ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് എങ്ങനെയെന്ന് നോക്കാം. കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. തന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. അതായത് മംലൂക്ക് വംശത്തിലെ, അടിമ വംശത്തിലെ നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം വന്ന നമ്മുടെ ഇൽത്തുമിഷ്, അദ്ദേഹം ഒരു മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി അവിടെ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്തെ നാണയ വ്യവസ്ഥ അറിയപ്പെട്ടിരുന്നതായിരുന്നു തങ്ക, ജിതൽ. അപ്പൊ ഈ തങ്ക, ജിതൽ എന്നുള്ള നാണയങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? നമ്മുടെ ഇൽത്തുമിഷുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഏത് വംശം? മംലൂക്ക് വംശം അഥവാ അടിമ വംശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ തങ്ക അല്ലെങ്കിൽ ജിതൽ എന്ന നാണയം. അത് ഓർത്തിരിക്കണേ. ഇൽത്തുമിഷ് എന്ന് എഴുതിയിട്ട് നേരെ എഴുതിയാൽ മതി, തങ്ക, ജിതൽ നാണയങ്ങൾ. അപ്പൊ അത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ നമ്മുടെ മംലൂക്ക് വംശവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ നാണയങ്ങൾ. നോക്കിക്കേ, ഇതാണ് നാണയങ്ങൾ കേട്ടോ. ഇനി സുൽത്താന റസിയ, അതായത് ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ. ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താന റസിയയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. അപ്പം സൽത്തനത്ത് കാലത്തെ ഏക വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു? സുൽത്താന റസിയ ആയിരുന്നു. നമ്മുടെ ഏക സ്ത്രീ ആയിട്ടുണ്ടായിരുന്ന ഭരണാധികാരി എന്ന് പറയുന്നത് സുൽത്താന റസിയ. അത് ഇൽത്തുമിഷിന്റെ മകളായിരുന്നു ഈ സുൽത്താന റസിയ. നോക്കി, ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. നമ്മൾ മുമ്പേ കണ്ടായിരുന്നു, ഫ്ലോ ചാർട്ടിനകത്ത് കണ്ടായിരുന്നു. മംലൂക്ക് വംശത്തിലെയാണ് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബുക്ക്, അത് കഴിഞ്ഞ് ഇൽത്തുമിഷ്, പിന്നെ മൂന്നാമത് വന്നതാണ് നമ്മുടെ ബാൽബൻ. ഇനി നോക്കി, സൽത്തനത്തിന്റെ വ്യാപനം. നമ്മൾ പറഞ്ഞു സുൽത്താൻമാർ എന്ന ആ ഒരു രാജവംശം അവരറിയപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടമാണ് ഇത് സൽത്തനത്ത് എന്ന് പറഞ്ഞു. ഇനി സൽത്തനത്തിന്റെ വ്യാപനം. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഖൽജി വംശമായിരുന്നു. ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു നമ്മുടെ അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറ് ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന്റെ കീഴിലായത്. ഗുജറാത്ത് ആയിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ അധീനതയിലായത്. അത് നമ്മുടെ ഈ അലാവുദ്ദീൻ ഖൽജിയുടെ ആ ഒരു അധികാര സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ആദ്യം വന്ന അധികാര കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്ത് ആയിരുന്നു. ഇനി ഗുജറാത്തിന്റെ സ്ഥാനം കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. നോക്കി, നീണ്ട സമുദ്രതീരം ഗുജറാത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ. നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഈ
ഈ ഒരു പടിഞ്ഞാറേ ഭാഗത്ത് കിടക്കുന്നതാണ് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ. അപ്പൊ ആ ഒരു ഇതെന്താ, നീണ്ട സമുദ്രതീരം, അതായത് നീണ്ട സമുദ്രതീരം, അത് ഗുജറാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, നീണ്ട സമുദ്രതീരം ഗുജറാത്തിന്റെ പ്രത്യേകതയാണ്. ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിന്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തന്റെ നിയന്ത്രണത്തിലാക്കി. അപ്പൊ കുതിരകൾ, നമുക്കറിയാം, നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ കുതിരകളുടെ മേലിലാണ് നമ്മൾ ഇരുന്ന് യുദ്ധത്തിനായിട്ട് പോകുന്നത്. അപ്പൊ ഈ തുറമുഖങ്ങൾ, അതായത് ഗുജറാത്തിന്റെ സമുദ്രതീരം ആയതുകൊണ്ട് തന്നെ അവിടെ കുറെ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ആരുടെ കീഴിലായി? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ കീഴിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ അധീനതയിലായതാണ് നമ്മുടെ ഗുജറാത്ത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും അദ്ദേഹം അധികാര കേന്ദ്രങ്ങളാക്കിയിരുന്നു. ആ ഒരു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സമയത്ത് കുറെ സ്ഥലങ്ങൾ ഇതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളാക്കിയിരുന്നു. അതിൽ ഏറ്റവും ആദ്യം അധീനതയിലാക്കിയ സ്ഥലമാണ് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഗുജറാത്ത് കീഴടക്കിയതോടെ തന്നെ തുറമുഖങ്ങൾ അദ്ദേഹത്തിന് കീഴിലായി. പിന്നെ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്തു. അങ്ങനെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ആ സൈന്യത്തിന്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തന്റെ നിയന്ത്രണത്തിലാക്കി. അതായത് തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു തെക്കേ ഇന്ത്യയും പടിഞ്ഞാറേ ഇന്ത്യയും, ഈ ഒരു ഭാഗമെല്ലാം, അതാണ് ഈ തന്നിരിക്കുന്ന ഈ ഒരു മഞ്ഞ കളറിൽ ഉണ്ടാവും. ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം, ഏകദേശം ഈ ഒരു ഭാഗം ആര് നമ്മുടെ കൈക്കലാക്കി? അലാവുദ്ദീൻ ഖൽജി കൈക്കലാക്കി. നോക്കിക്കേ, ഖൽജി വംശത്തെ തുടർന്ന് തുഗ്ലക് വംശം അധികാരത്തിലെത്തി. അതിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. നമ്മുടെ ഖിൽജി വംശത്തിലാണ് അലാവുദ്ദീൻ ഖിൽജി. അത് കഴിഞ്ഞപ്പോൾ തുഗ്ലക് വംശം വന്നു, അതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഭരണം കാര്യക്ഷമമാക്കാൻ അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും അതിന് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. അപ്പൊ ഇത്രയും നാള് തലസ്ഥാനം എവിടെയായിരുന്നു? നമ്മുടെ ഡൽഹിയിലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആരാ? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്. അതായത് തുഗ്ലക് വംശത്തിന്റെ സമയത്തായിരുന്നു നമ്മുടെ ഡൽഹി തലസ്ഥാനം എന്നത് എങ്ങോട്ട്? ദേവഗിരിയിലേക്ക് മാറ്റി. അതായത് അതിന് ദൗലത്താബാദ് എന്ന പേര് കൊടുത്തു. അപ്പൊ അത് ദേവഗിരിയിലേക്ക് മാറ്റിയ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് നമ്മുടെ ഡൽഹി എന്ന തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയത്. അപ്പൊ അത് ഓർത്തിരിക്കാം. നമ്മുടെ തലസ്ഥാന നഗരി ഡൽഹി ദേവഗിരിയിലേക്ക് മാറ്റിയത്, അല്ലെങ്കിൽ ഏത് രാജവംശത്തിന്റെ സമയത്താണ്? തുഗ്ലക് വംശം. ആരാണത് മാറ്റിയത്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അതിന് പേര് കൊടുത്തത് ദൗലത്താബാദ് എന്നാണ് അതിന് പേരും കൊടുത്തത്. ദൗലത്താബാദ് അടയാളപ്പെടുത്തിയിരിക്കും, നോക്കൂ, അത് മറ്റേ ഭൂപടത്തിലായിരുന്നു. വിപുലീകരിക്കപ്പെട്ട രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു നമ്മുടെ ദൗലത്താബാദ്. തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റുക വഴി എല്ലാ പ്രദേശങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ തലസ്ഥാന മാറ്റം ഫലപ്രദമല്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ തീരുമാനം പിൻവലിച്ചു. തുഗ്ലക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയ സൈദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു. തുഗ്ലക് വംശത്തിന് ശേഷം സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. അതായത് തുഗ്ലക്കിന് ശേഷം വന്നാണ് നമ്മുടെ സൈദും ലോധിയൊക്കെ. പക്ഷെ അവരൊന്നും ഈ നമ്മുടെ നേരത്തെ പോലെ മംലുക്ക് വംശമോ ഖിൽജി വംശം പോലെ നല്ല സ്ട്രെങ്ത് ഉള്ള, അല്ലെങ്കിൽ അത്രയും ധൈര്യശാലികൾ, അല്ലെങ്കിൽ കീഴടക്കാൻ തയ്യാറുള്ള ഭരണാധികൾ ആയിരുന്നില്ല. അപ്പൊ സൈദ് ലോധി വംശത്തിലേക്ക് വന്നപ്പം അവിടുത്തെ ഭരണാധികാരികളെല്ലാം തന്നെ ദുർബലരായിരുന്നു. അതോടുകൂടി നമ്മുടെ സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. അതായത് മൊത്തം നമ്മൾ പറഞ്ഞായിരുന്നു മംലൂക്ക് വംശം, അതുപോലെ തന്നെ നമ്മുടെ ഖിൽജി വംശം, തുഗ്ലക് വംശം, സൈദ് വംശം, ലോധി വംശം, ഇതെല്ലാം കൂടി ഉൾപ്പെട്ടിരുന്നതായിരുന്നു നമ്മുടെ സൽത്തനത്ത് വംശം. അപ്പൊ അതിൽ മംലൂക്ക് വംശവും ഖിൽജി വംശവും തുഗ്ലക് വംശമൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ പോയി, നല്ല ഭരണാധികാരികളൊക്കെ ആയിരുന്നു. പക്ഷെ സൈദ് ലോധി വംശത്തിന്റെ ആ ഒരു സമയം എത്തിയപ്പോഴത്തേന് എന്ത് പറ്റി? സൽത്തനത്തിന്റെ ഭരണം, അതായത് ആ ഒരു ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. പിന്നീട് എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൽഹി മുഗൾ ഭരണത്തിൽ, അതായത് 1526 ഏപ്രിൽ 26, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു 1226 മുതൽ 1526 വരെയാണ് നമ്മുടെ സൽത്തനത്ത് കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനുശേഷം സൽത്തനത്ത് നമ്മുടെ ക്ഷയിച്ചു. അതിനുശേഷം വന്നതാണ് ഇനി മുഗൾ ഭരണമൊക്കെ. അതാണ് 1526 ഏപ്രിൽ 26. ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ കാബൂളിലെ ഭരണാധികാരി
ബാബറുടെയും സൽത്തനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചെടുത്തു. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായി. നമുക്കറിയാം ലോധി വംശവും സൈദ് വംശവും വീക്കായിരുന്നു, അതായത് അവിടുത്തെ ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാബർ വന്ന് അവരെല്ലാം പരാജയപ്പെടുത്തി. സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമായി ബാബർ തുടക്കം കുറിച്ച ഭരണം മുഗൾ ഭരണം എന്നറിയപ്പെടുന്നു. അപ്പൊ മുഗൾ ഭരണത്തിന്റെ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ബാബറാണ്. അപ്പൊ ബാബർ തുടക്കം കുറിച്ചതാണ് ഏത്? അത് ഡൽഹി കേന്ദ്രമായി. നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇങ്ങോട്ട് തലസ്ഥാനമൊക്കെ മാറ്റിയായിരുന്നല്ലോ, ദേവഗിരിയിലേക്കൊക്കെ തലസ്ഥാനമൊക്കെ മാറ്റി ദൗലത്താബാദ് എന്നൊക്കെ പേരൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നീട് സയ്യിദും ലോധി വംശത്തിലെ ഭരണാധികാരികൾ വന്ന് സൽത്തനത്ത് വംശം അത് ക്ഷയിച്ചു പോയപ്പോൾ നമ്മുടെ ആര് വന്നു? മുഗൾ ഭരണാധികാരി, അതായത് ബാബർ വന്ന് അവരെ പരാജയപ്പെടുത്തി. ഡൽഹി കേന്ദ്രമായിട്ട് അദ്ദേഹം ഭരണം നടത്തി. അത് മുഗൾ ഭരണം എന്നറിയപ്പെടുന്നത്. അപ്പൊ മുഗൾ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ബാബറാണ് കേട്ടോ. മുഗൾ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് അത് ബാബർ എന്ന് പറയുന്നത്. നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടെ പ്രധാന മുഗൾ ഭരണാധികാരികൾ. നമ്മൾ ആദ്യം നമ്മുടെ സൽത്തനത്ത് കാലത്തിലെ വംശങ്ങൾ പറഞ്ഞു, അവിടുത്തെ കുറെ ഭരണാധികാരികളുടെ പേര് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുഗൾ ഭരണാധികാരികൾ. മുഗൾ ഭരണത്തിലെ ആ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ്. ഒന്നാമത്തെ നമ്മുടെ ബാബർ, പിന്നെ ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇങ്ങനെ മൊത്തം 6 പേരാണ് നമ്മുടെ മുഗൾ ഭരണ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പൊ ഈ പേരുകളെല്ലാം ഓർക്കുക. ബാബർ, ഹുമയൂണ്, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ കേട്ടോ. മുഗൾ ഭരണാധികാരികളുടെ പേര് ഓർത്തിരിക്കുക. ആര് കഴിഞ്ഞിട്ടാണ് ആരെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഫസ്റ്റ് നമ്മുടെ ബാബർ, പിന്നെ ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, പിന്നെ നമ്മുടെ ഷാജഹാന്, ലാസ്റ്റ് വന്നതാണ് ആര്? നമ്മുടെ ഔറംഗസേബ്. അപ്പൊ നമുക്ക് ചോദിക്കാം ചിലപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ ഭരണാധികാരികളിൽ അക്ബറിന് ശേഷം വന്നത് ആര്, അല്ലെങ്കിൽ ബാബറിന് ശേഷം വന്നത് ആര്, ഇന്ന പ്രത്യേകതകളാണെന്ന് ചോദിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന്റെ അകത്ത് തന്നെ ചോദിക്കാം, ഇത് മുഗൾ ഭരണകാലഘട്ടത്തിലെ ആളായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് മംലൂക്ക് വംശത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാം. അപ്പൊ അത് മാറിപ്പോകാതെ തന്നെ പഠിക്കാം. മുഗൾ ഭരണാധികാരികളാണ് ആരൊക്കെ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇവരുടെ കാലഘട്ടം പഠിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, പക്ഷെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ നോക്കുക കേട്ടോ. കാരണം വർഷങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ പേര് ഓർത്തിരിക്കുക, അതൊന്ന് പഠിക്കണേ. മുഗൾ ഭരണാധികാരികൾ ഇവരൊക്കെയാണെന്ന്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. നോക്കി, ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബർ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനു വേണ്ടി വ്യത്യസ്തമായ രീതി സ്വീകരിച്ചു. മൻസബ്ദാരി സമ്പ്രദായം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. ഈ മൻസബ്ദാരി സമ്പ്രദായം ആര് കൊണ്ടുവന്നാണ്? നമ്മുടെ അക്ബറിന്റെ സമയത്താണ് ഈ ഒരു സമ്പ്രദായം ഉണ്ടായത്. അതായത് നമ്മുടെ സൈന്യമാണല്ലോ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സൈന്യത്തിലെ ഓരോ ഉദ്യോഗസ്ഥനും അവരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. അപ്പൊ ആ ഒരു സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് നമ്മുടെ മൻസബ്ദാരി സമ്പ്രദായം. അത് നമ്മുടെ അക്ബറിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സമ്പ്രദായം രൂപം കൊണ്ടത്. രാജ്മാൻ സിംഗ്, രാജാ തോഡർമാൾ, ബീർബൽ, രാജാ ജയസിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രജപുത്രന്മാരായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു തൊമര കാര്യം ചൗഹാന്മാരും ഒക്കെയാണ് ഈ രജപുത്രന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ഒരു മുഗൾ ഭരണ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരികൾ എന്നല്ല, പ്രധാന പദവികളൊക്കെ വഹിച്ചിരുന്ന ഒരു ആൾക്കാരാണ് ഈ 4 പേരുടെ പേര്. അതങ്ങനെ വലിയ കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇനി നോക്കിക്കേ, ഷേർഷാ സൂരി ആരാണ്? നമ്മുടെ ഷേർഷാ സൂരി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സി 1540 മുതൽ സി 1545 വരെയുള്ള കാലത്ത്
ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാ സൂരിയായിരുന്നു. അതായത് 1540 മുതൽ ഞാനിവിടെ വർഷം നിങ്ങളോട് പഠിക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഒന്ന് നോക്കി. ബാബറിന്റെ വർഷം 1526 മുതൽ 1530 വരെ. അതുപോലെ തന്നെ ഹുമയൂണിന്റെ വർഷത്തിൽ കണ്ടോ, ഹുമയൂൺ 2 തവണയായിട്ടുണ്ട്. അതിൽ 1500 നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, 1530 മുതൽ 1540 വരെയും, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 1555 തൊട്ട് 1556 വരെയാണ് നമ്മുടെ ഹുമയൂണിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 540 മുതൽ 54 വരെയുള്ള സമയത്ത് എന്താ സംഭവിച്ചെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടമാണ് പറഞ്ഞത്. നോക്കിക്കേ, നമ്മുടെ ഷേർഷാ സൂരിയുടെ കാര്യം പറഞ്ഞ അതാണ്. ആ ഹുമയൂണിന് ശേഷം 1540 മുതൽ, അത് കഴിഞ്ഞിട്ട് ഹുമയൂൺ പിന്നെയും വന്നു കേട്ടോ. 1540 മുതൽ 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചതാണ് സൂർ വംശത്തിലെ ഷേർഷാ സൂരി. ആ പേര് ഷേർഷാ സൂരി നമ്മുടെ ഹുമയൂണിന് 2 തവണ ഹുമയൂണായി, അതിന്റെ ഇടയ്ക്ക് വന്ന ആളാണ് നമ്മുടെ ഷേർഷാ സൂരി. മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാര കേന്ദ്രത്തിലെത്തിയത്. ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിച്ചു. അപ്പൊ അതാണ് അവിടെ ഒരു ഗ്യാപ്പ് വന്നത്. ഹുമയൂൺ അധികാരത്തിലായി, എന്നിട്ട് 1540 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷേർഷാ സൂരി പരാജയപ്പെടുത്തി. എന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഷേർഷാ സൂരിയുടെ സൈന്യം ദുർബലരായിരുന്നു. അപ്പൊ അവരെ പരാജയപ്പെടുത്തി ഹുമയൂൺ വീണ്ടും ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിച്ചു. അപ്പൊ അതാണ് അവിടെ ഒരു കാര്യം കാണുന്നത്. അപ്പൊ ഈ ഹുമയൂണിന് ശേഷം നമ്മുടെ ഷേർഷാ സൂരി, പക്ഷെ അത് അദ്ദേഹം മുഗൾ ഭരണാധികാരി ഒന്നും അല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ഇതിന്റെ ഇടയ്ക്ക് വന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു പേര് അത് പ്രത്യേകം നോട്ട് ചെയ്യണം, ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഹുമയൂണിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അക്ബർ വരും. പക്ഷെ ഭരണാധികാരി എന്ന് വെറുതെ ചോദിച്ചാൽ അത് നമ്മുടെ ഓപ്ഷനിൽ ഷേർഷാ സൂരി ആണെങ്കിൽ ചിലപ്പോൾ ഷേർഷാ സൂരി ഉത്തരവായിട്ട് വരും കേട്ടോ. അപ്പൊ അത് നോക്കുക. ഷേർഷാ സൂരി നമ്മുടെ ഹുമയൂണിന് ശേഷം, അതായത് 1540 മുതൽ 1545 വരെയാണ് നമ്മുടെ ഷേർഷാ സൂരി ഡൽഹി ഭരണാധികാരിയായിരുന്നത്. ഇനി നോക്കി, അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരെണ്ണം പേര് കൊടുത്തിട്ടുണ്ട്, ഖാൻദേശ്. പിന്നെയുള്ള പേരുകളാണ് ഏത്, നമ്മുടെ ഗുജറാത്ത്, മാൾവ, ബീഹാർ, ബംഗാൾ, ഡൽഹി, മുൾത്താൻ, കാശ്മീർ, കാബൂൾ. ഇതെല്ലാം ആരുടെ അധീനതയിൽപ്പെട്ടതായിരുന്നു? നമ്മുടെ അക്ബറിന്റെ അധീനതയിൽപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ഇവയെല്ലാം. കാബൂള്, കാശ്മീർ, ബീഹാർ, ബംഗാള്, മുൾത്താൻ, ഡൽഹി, മാൾവ, ഖാൻദേശ്. ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അക്ബറുടെ അധീനതയിൽപ്പെട്ട പ്രദേശങ്ങളാണ് ഇവയെല്ലാം. ഇനി അടുത്ത് നോക്കി, അക്ബർനാമയും ഐൻ ഇ അക്ബറിയും. ഇത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ അക്ബർനാമ എന്നുള്ള ഒരു പേര്. നോക്കിക്കേ, അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൽ ഫസൽ എഴുതിയ ചരിത്ര കൃതിയാണ് അക്ബർനാമ. അപ്പൊ അക്ബർനാമ എന്നുള്ള കൃതി, ആ ഒരു പുസ്തകം എഴുതിയത് ആരാണ്? നമ്മുടെ അബുൽ ഫസൽ എന്ന കർത്താവാണ് ഈ അക്ബർനാമ എന്ന പുസ്തകം എഴുതിയത്. അപ്പൊ അക്ബർനാമ, അതായത് അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൽ ഫസൽ എഴുതിയ ചരിത്ര കൃതിയാണ് നമ്മുടെ അക്ബർനാമ എന്നറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു, നമുക്കറിയാം ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒന്ന് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ളത് പോകുന്ന പോലെ തന്നെ ഈ ഒരു അക്ബർനാമയ്ക്ക് 3 പാർട്ടുണ്ട്. ഒന്നാമത്തേത് അക്ബറുടെ മുൻഗാമികളെയും, 2ാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, 3ാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെയും പ്രതിപാദിക്കുന്നു. അപ്പൊ അക്ബർനാമ എഴുതിയത് അബുൽ ഫസൽ ആണ്. അതിന് 3 പാർട്ടുണ്ട്. ഒന്നാമത്തേത് അക്ബറുടെ മുൻഗാമികളെ കുറിച്ചും, 2ാമത്തേത് അക്ബറുടെ ഭരണകാലത്തെ കുറിച്ചും, 3ാമത്തേത് അക്ബറുടെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. അക്ബർനാമ എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അക്ബറിനെ കുറിച്ചുള്ളതാണ്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് അക്ബറുടെ മുൻ ഭരണാധികാരികൾ, അതായത് മുൻഗാമികളെ കുറിച്ച്, 2ാമത്തേത് അക്ബറിന്റെ ഭരണകാലത്തെ കുറിച്ച്, 3ാമത്തേത് അക്ബറിന്റെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച്. ഇനി 3ാമത്തെ ഭാഗത്തിന് ഐൻ ഇ അക്ബരി എന്നും അറിയപ്പെടുന്ന ആ ഒരു പേരും കൂടി ഉണ്ട്. നമ്മുടെ 3ാമത്തെ ഭാഗം, അതായത് അക്ബറിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്തിന് എന്ത് പേരുണ്ട്? ഐൻ ഇ അക്ബരി എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട്. അപ്പൊ അത് ഏതാ? 3ാം ഭാഗത്തെ പ്രതിപാദിക്കുന്ന ഒരു പേരാണ്
ഐൻ ഇ അക്ബരി എന്നുള്ളത്. അപ്പൊ അക്ബർനാമ ആരെഴുതിയതാണ്? അബുൾ ഫസൽ എഴുതിയതാണ്. ആരെക്കുറിച്ച്? നമ്മുടെ അദ്ദേഹം അക്ബറിന്റെ കൊട്ടാരത്തിലായിരുന്നു, അക്ബറിനെ കുറിച്ച് എഴുതിയതാണ്. അപ്പൊ ഒന്നാം ഭാഗം അക്ബറുടെ മുൻഗാമികളെയും, രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. നോക്കി, മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിന്റെ കാലത്തായിരുന്നു. ഈ നമ്മുടെ മുഗൾ സാമ്രാജ്യം നമ്മൾ പറഞ്ഞു 6 ഭരണാധികാരികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിലെ ഔറംഗസേബ് അദ്ദേഹമാണ് ഏറ്റവും അവസാനം വന്നത്. ഔറംഗസേബിന്റെ കാലത്താണ് ഈ മുഗൾ സാമ്രാജ്യം കൂടുതലും വിസ്തൃതി പ്രാപിച്ചത്. ഇനി ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. അപ്പൊ കുറെ പേരൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ക്ഷയിച്ചു പോയി, അതായത് ദുർബലമായി പോയി. എങ്കിലും 1857 വരെ ആ രാജവംശം നിലനിന്നു, അതായത് മുഗൾ രാജവംശം നിലനിന്നു. ആദ്യം സൽത്തനത്തായിരുന്നു, അതിനുശേഷം മുഗൾ ഭരണാധികാരികൾ വന്നു. അപ്പൊ അത് ഏകദേശം ഒരു 1857 വരെ ആ രാജവംശവും നിലനിന്നു. അടുത്ത് നോക്കി, ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും അധികാര കേന്ദ്രങ്ങൾ. നിങ്ങൾ കേട്ടു പോകുന്നുണ്ടല്ലോ അല്ലെ? ഇനി സ്പീഡിലൊക്കെയാണ് നിങ്ങൾ പറയണം കേട്ടോ. ഞാനിത് അത്യാവശ്യം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ലാഗ് ആക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് കിട്ടുന്നില്ലേ പറയണേ. ഇവിടെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവിടെ നിങ്ങൾ എന്തെങ്കിലും റിപ്ലൈ വന്നാലും എനിക്ക് കാണത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കിട്ടാതെ പോവുകയുണ്ടെങ്കിൽ മൈക്ക് ഓണാക്കി തന്നെ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള പ്രതീക്ഷ തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. എന്തെങ്കിലും ഇനി ഭയങ്കര സ്പീഡ് കൂടുതലാണെങ്കിൽ അതും പറയണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ്. നോക്കിക്കേ, ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങൾ. മധ്യകാല ഇന്ത്യയിലെ ഒരു അധികാര കേന്ദ്രം എന്ന നിലയിലുള്ള ഡൽഹിയുടെ വളർച്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അല്ലെ? നമ്മുടെ 5 വംശങ്ങൾ, ആദ്യത്തെ ആ സൽത്തനത്ത് കാലത്തിലെ മംലുക് വംശം, ഖിൽജി വംശം, സയ്യിദ് വംശം, തുഗ്ലക്ക്, അതെല്ലാം നമ്മൾ കണ്ടു. പിന്നെ അതിനുശേഷം നമ്മുടെ മുഗൾ ഭരണാധികാരികൾ വന്ന് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട ഭരണാധികാരികളെ നമ്മൾ കണ്ടു. അതിനുശേഷം അതായത് അവരുടെ ഭരണവും ക്ഷയിച്ചുപോയി. അതിനുശേഷം വന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കാലയളവിൽ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിരുന്ന മറ്റു പ്രധാന രാജ്യങ്ങളുടെ പേരുകൾ, അതായത് ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും ആ ഒരു സമയത്തുണ്ടായിരുന്ന പ്രധാന രാജവംശങ്ങൾ അല്ലെങ്കിൽ പ്രധാന രാജ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ചോള രാജ്യം, വിജയനഗരം, ബാഹ്മിനി, മറാത്ത, ഈ 4 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലുമായിട്ടുണ്ടായിരുന്നത്. അതിൽ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് ഏത്? നമ്മുടെ ഈ 3 എണ്ണം. ഈ 3 പേര് എവിടെ ഉണ്ടായിരുന്നതാ? ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. ഓർക്കണേ, ചോളരാജ്യം, വിജയനഗരം, ബാഹ്മിനി, ഇത് 3 ഈ രാജ്യങ്ങൾ 3 ദക്ഷിണേന്ത്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പശ്ചിമേന്ത്യയിലേതാണ് ഏത്? നമ്മുടെ മറാത്ത. ചിലപ്പോൾ ഓപ്ഷനിൽ തന്നിട്ട് ഇതിൽ പശ്ചിമേന്ത്യ പ്രദേശം ഉൾപ്പെടുന്ന രാജ്യം, അതിൽ പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ അവിടെ ഭരണം നടത്തിയിരുന്ന രാജ്യം ഏതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. ദക്ഷിണേന്ത്യയുടെ രാജ്യങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം. ഈ 4 എണ്ണം തന്നെ തന്നിട്ട് അപ്പൊ പേരുകൾ ഓർത്തിരിക്കാം. ദക്ഷിണേന്ത്യ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ആ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു ഭരണം നടത്തിയിരുന്നവരാണ് നമ്മുടെ ചോള രാജ്യം, വിജയനഗരം, ബാഹ്മിനി. പശ്ചിമേന്ത്യയിലാണെങ്കിൽ അത് മറാത്ത. ഇനി നമ്മൾ ഇവരെ ഓരോരുത്തരെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോള രാജ്യം നോക്കിക്കേ, 9-ാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. ഓക്കെ, രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. അവരുടെ പേരിൽ തന്നെയുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു ചോള രാജ്യമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. ശക്തമായ നാവിക സേന ചോളന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. അപ്പൊ ചോള രാജ്യം എന്നറിയപ്പെടുന്ന ഏതാ? നമ്മുടെ 9-ാം നൂറ്റാണ്ടോടെയാണ് അത് പ്രബലമായത്. രാജേന്ദ്ര ചോളനും രാജരാജ ചോളനും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. അവർക്ക് എന്താ ശക്തമായിട്ടുള്ള ഒരു നാവികസേന, കരസേനയല്ല നാവികസേന അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ മലേഷ്യ, ഇന്തോനേഷ്യ ദ്വീപുകളിലേക്ക് ഇത് വ്യാപിച്ചിരുന്നു. അപ്പൊ ഇതാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ? നമുക്കറിയാം ചോളരാജ്യം ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിൽ വരുന്നതാണ്. അപ്പൊ അത് എങ്ങോട്ടും കൂടെ വ്യാപിച്ചിരുന്നു? മലേഷ്യ, ഇന്തോനേഷ്യ ദ്വീപുകളിലേക്കും അത് വ്യാപിച്ചിരുന്നു. അത്രയുള്ള നമ്മുടെ ചോള രാജ്യമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി അടുത്താണ് വിജയനഗരം. നോക്കിയേ, ഈ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂഷ്ടവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്.
സൈന്യത്തിന്റെ അംഗബലം 11 ലക്ഷം വരും. അബ്ദുൾ റസാഖ് നമ്മുടെ വിജയനഗര രാജ്യത്തെ കുറിച്ച് എഴുതിയ ഒരു കാര്യമാണ്. ഇത് വിജയനഗര രാജ്യത്തെ കുറിച്ച് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖ് ഒരു വിവരണം കൊടുത്താണ് ഇത്. അതായത് എന്താ 300 തുറമുഖങ്ങളുണ്ട്. എത്ര തുറമുഖങ്ങളാണ്? 300 തുറമുഖങ്ങളുണ്ട്. ഒരു 3 മാസമെങ്കിലും എടുക്കും ആ ഒരു രാജ്യം മൊത്തം, വിജയനഗരം മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു വരണമെങ്കിൽ 3 മാസം എടുക്കും. അതുപോലെ തന്നെ അവിടുത്തെ സൈന്യത്തിന്റെ അംഗബലം എന്ന് പറയുന്നത് എത്രയാ? 11 ലക്ഷം വരും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മണ്ണൊക്കെ ഫലപുഷ്ടി ഉള്ളതാണ്. ആ ഒരു പ്രത്യേകതകളൊക്കെയാണ് നമ്മുടെ സഞ്ചാരിയായിട്ടുള്ള അബ്ദുൾ റസാഖ് ഈ വിവരണത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ അംഗബലം 11 ലക്ഷത്തോളം ഉണ്ട് നമ്മുടെ സൈന്യത്തിന്റെ അംഗബലം. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ, അതൊരു ഫലപുഷ്ടിയുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഒരു 3 മാസമെങ്കിലും സമയമെടുക്കും നന്നായിട്ട് ആ ഒരു രാജ്യം വിജയനഗരം കണ്ടുവരാൻ വേണ്ടി. നോക്കിക്കേ, 14ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്നതാണ് നമ്മുടെ വിജയനഗരം. നമ്മള് ചോളനഗരം പറഞ്ഞു. ചോളനഗരം പറഞ്ഞ ഏത് വർഷം? C9 നമ്മുടെ ചോളനഗരം വന്നത്. C14ാം നൂറ്റാണ്ടിലാണ് ആര്? നമ്മുടെ വിജയനഗരം വന്നത്. വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ എന്നിവരായിരുന്നു. ഈ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട പേരിനോട് സാമ്യമില്ലാത്ത 2 പേരുകളാണ്. ഏതൊക്കെ? ഹരിഹരനും ബുക്കനും. എന്തുമായിട്ട് ബന്ധപ്പെട്ട? വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട്. ചോള രാജ്യമായിരുന്നെങ്കിലോ അവരുടെ പേരുകൾ തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ഇനി വിജയനഗരം ആണെങ്കിൽ ഓർക്കുക, ഹരിഹരനും ബുക്കനും. ഇവർ രണ്ടുപേരും ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൃഷ്ണദേവരായരായിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. അപ്പൊ ഇതോടെ ഓർത്തിരിക്കണം, കൃഷ്ണദേവരായരായിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. അപ്പൊ അതോടെ ഓർത്തിരിക്കുക. ഈ 3 പേര് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ വിജയനഗരവുമായിട്ട്, അതായത് ദക്ഷിണേന്ത്യയിലെ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട 3 ആൾക്കാരാണ് ഹരിഹരൻ, ബുക്കൻ, കൃഷ്ണദേവരായർ. ഇത് ഏത് നൂറ്റാണ്ടിലായിരുന്നു? C14ാം നൂറ്റാണ്ടില്. ഇപ്പൊ 2 പേരെ പഠിച്ചില്ലേ? നമ്മുടെ ചോള രാജ്യവും കണ്ടു, അതുപോലെ തന്നെ എന്താ, വിജയനഗരവും കണ്ടു. ഇനി അടുത്തതാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള ബാമിനി രാജ്യം. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ. ആ പേരൊക്കെ നോക്കിക്കേ, വലിയ പേരാണ്. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ആ ബാമിനി എന്നുള്ള ജസ്റ്റ് പേര് കൊണ്ട് മാത്രം വേണേ ഓർത്തിരിയാം. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു നമ്മുടെ ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റേച്ചൂർ പ്രദേശം ഫലപുഷ്ടമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ റേച്ചൂർ എന്താണ്? ദക്ഷിണേന്ത്യയിലെ നെല്ലറ. ഒരു ക്വസ്റ്റ്യൻ കൂടെ കിട്ടിയില്ല നമുക്ക്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ റേച്ചൂർ എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. കാരണം എന്താണ്? അവിടെ ഫലപുഷ്ടിയുള്ള പ്രദേശമായിരുന്നു. നമ്മൾ പറഞ്ഞു കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ നമ്മുടെ യമുനയുടെ പോഷക നദികൾ എന്ന രീതിയിൽ തന്നെ വരുന്നതാണ് ഈ കൃഷ്ണയും തുംഗഭദ്രയൊക്കെ. അപ്പൊ അത് അതിന്റെ എല്ലാം ആ ഒരു വെള്ളം, നമുക്ക് വെള്ളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. വെള്ളത്തിന്റെ സാമീപ്യമുള്ള പ്രദേശങ്ങളിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും എന്നല്ലേ പറയുന്നത്. അപ്പം ആ ഒരു പ്രദേശത്ത്, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നെല്ലറ, ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് റേച്ചൂർ എന്ന പ്രദേശം ഫലപുഷ്ടിയുള്ളതായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റേച്ചൂർ പ്രദേശം ഫലപുഷ്ടിയുള്ളതായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ 3 രാജ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? ചോളരാജ്യം കണ്ടു, വിജയനഗരം കണ്ടു, ബാമിനി രാജ്യം കണ്ടു. ഇനി നമ്മുടെ പശ്ചിമേന്ത്യയിലെ ആരെ കാണണം? മറാത്ത രാജ്യം. നോക്കിക്കേ, C17ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. 9ാം നൂറ്റാണ്ടിൽ നമ്മുടെ ചോളരാജ്യം വന്നു. 14ാം നൂറ്റാണ്ടിൽ നമ്മുടെ വിജയനഗരം വന്നു. പിന്നെ നമ്മുടെ ബാമിനി രാജ്യത്തിന്റെ ആ ഒരു നൂറ്റാണ്ട് അത് പറഞ്ഞിട്ടില്ല. പക്ഷെ മറാത്ത രാജ്യം വന്നത് എപ്പോഴാ? 17ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചു. വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി.
മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. അപ്പൊ എന്താ മറാത്തികൾ സംസാരിക്കുന്ന നമ്മൾ പറയുന്ന മറാത്തി ഭാഷ അല്ലെ? അപ്പം C17 നൂറ്റാണ്ടിലാണ് ഈ മറാത്തികളുടെ ശക്തി പ്രാപിച്ചത്. വിന്ധ്യ സത്പുര പർവ്വതങ്ങളും നർമ്മദ താപ്തി നദികളും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് മറാത്തിയെ വേർതിരിച്ചിരുന്നു. പിന്നെ എന്താ, ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണവും നൽകിയിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നാ യുദ്ധങ്ങളിൽ നിന്നൊക്കെയുള്ള ആ ഒരു സംരക്ഷണത്തിനേക്കാൾ ഉപരി പ്രകൃതിദത്തമായിട്ടുള്ള സംരക്ഷണവും ഇത് നൽകിയിരുന്നു. പിന്നെ മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി നമ്മുടെ ശിവജി ആയിരുന്നു. ആരാണ് മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി? ശിവജി ആയിരുന്നു. ചോള രാജ്യത്ത് നമ്മൾ പറഞ്ഞു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. നമ്മുടെ വിജയനഗരത്തിൽ നമ്മൾ പറഞ്ഞു ആരൊക്കെയായിരുന്നു? ഹരിഹരനും ബുക്കനും പിന്നെ നമ്മുടെ കൃഷ്ണദേവരായരും. ബാമിനിയിലെ ആണെങ്കിൽ നമ്മൾ ആ വലിയ പേര് പറഞ്ഞായിരുന്നു, അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ, ആളുടെ പേര് പറഞ്ഞു. ഇനി മറാത്തയിലെ ആണെങ്കിൽ ആരാണ്? നമ്മുടെ ശിവജി. ജസ്റ്റ് ചെറിയൊരു പേരേ ഉള്ളൂ. ശിവജി ആയിരുന്നു നമ്മുടെ മറാത്തയിലെ പ്രധാന ഭരണാധികാരി. ഇനി ഛത്രപതി എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. അപ്പൊ ഛത്രപതി എന്നറിയപ്പെടുന്ന ആരാ? നമ്മുടെ ശിവജിയാണ് ഛത്രപതി എന്നറിയപ്പെടുന്നത്. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിന്റെ പ്രത്യേകതയായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു വളരെയധികം, അതായത് നല്ല രീതിയിലുള്ള ഒരു നാവികസേന ആർക്കുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു മുമ്പേ? ചോള രാജ്യത്തിന് അല്ലെ? അതുപോലെ തന്നെ നാവികസേനയും കരസേനയും ആർക്കൂടെ ഉണ്ട്? നമ്മുടെ മറാത്ത രാജ്യത്തിനും ശക്തമായിട്ട് തന്നെയുണ്ട്. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഇത് അവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു. അന്നത്തെ കാര്യമാണ്, മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം നമ്മൾ പൂനെ ആയിരുന്നു. അന്നത്തെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ സത്യം പറയാം നമ്മുടെ ഈ ഒരു യൂണിറ്റ്. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ചരിത്രമായിട്ട് കിടപ്പുണ്ട്. പക്ഷെ നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്, നല്ല രസമായിട്ട് തന്നെ പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ പറഞ്ഞു ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങൾ. ആദ്യം സൽത്തനത്ത് രാജവംശം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട 5 രാജവംശങ്ങൾ, അതിലെ ആൾക്കാർ. അത് കഴിഞ്ഞ് നമ്മുടെ മുഗൾ ഭരണാധികാരികൾ വന്നു. അവർ 6 പേരുണ്ടായിരുന്നു. അതിനിടയ്ക്കോട്ട് നമ്മുടെ ആര് കയറി വന്നായിരുന്നു? ശേഷാസൂരി കയറി വന്നായിരുന്നു. പിന്നെ ഈ മുഗൾ ഭരണാധികാരികളും അവരും പയ്യെ പയ്യെ വീക്കായി പോയി. അതിനുശേഷം എന്താണ്, നമ്മുടെ പശ്ചിമേന്ത്യയിലെയും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെയും ഓരോ രാജ്യങ്ങൾ വന്നു. അവർ വന്ന് അവരുടേതായ രീതിയിലായത് അവർക്ക് ഓരോ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നമ്മുടെ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്നുള്ള ഈ ഒരു യൂണിറ്റിന്റെ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റ് വരുമ്പോൾ മധ്യകാല ഇന്ത്യയിലെ തന്നെ സമൂഹം, വിഭവം, വിനിമയം എന്ന് പറയുന്ന ഒരു സെക്കൻഡ് യൂണിറ്റ് ആണ് വരുന്നത്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് നോക്കിക്കേ, ഇവിടെ കുറച്ച് കാര്യം പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് വായിച്ചു പോകാം. ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച അതിന്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു ആരവല്ലി പർവ്വതനിരകൾ ഉണ്ടെന്ന് പറഞ്ഞു, സിന്ധു ഗംഗ സമതലം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഇത്തരം പ്രത്യേകതകളാണ് ഡൽഹിയെ സംരക്ഷിക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ ഡൽഹിക്കുള്ള പ്രത്യേകതകൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഇനി തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രം എത്തിയത്. അതും നമ്മൾ പറഞ്ഞാണ്, രജപുത്രന്മാരെന്നൊക്കെ. ഡൽഹി ആസ്ഥാനമായാണ് സൽത്തനത്ത് ഭരണം സ്ഥാപിക്കപ്പെട്ടത്. അലാവുദ്ദീൻ ഖൽജിയുടെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് സൽത്തനത്ത് ഭരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. 1526 പാനിപ്പത്ത് യുദ്ധം, അത് ഓർക്കണേ. ആ സമയത്താണ് ആര് വന്നത്? മുഗൾ ഭരണം ആ ഒരു സമയത്താണ് വന്നത്. ഇബ്രഹാം ലോധിയെ പരാജയപ്പെടുത്തിയ ബാബർ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബറും ഔറംഗസേബും പ്രധാന പങ്ക് വഹിച്ചു. നമ്മൾ പറഞ്ഞായിരുന്നു അക്ബറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കുറെ പ്രദേശങ്ങൾ കൈയടക്കി അധീനതയിലാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഗുജറാത്ത്, മാൾവ, കാശ്മീർ, അങ്ങനെ കുറെ സ്ഥലങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതൊക്കെ മധ്യകാലഘട്ടത്തിൽ പശ്ചിമേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ചോളനഗരം, വിജയനഗരം, ബാമിനി, പിന്നെ നമ്മുടെ പശ്ചിമേന്ത്യയിലെ മറാത്ത രാജ്യം. ഇനി നോക്കിക്കേ, മധ്യകാല ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞ നമ്മുടെ തൊമര രാജവംശം, ചൗഹാൻ രാജവംശം, സൽത്തനത്ത് ഭരണം, മുഗൾ രാജവംശം, ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ. ഇനി ആ ബാക്കിയുള്ളതാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും ചോളന്മാര്, വിജയനഗരം, ബാമിനി, മറാഠകൾ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് അധികാര വംശം, അതായത് ഭരണാധികാരികളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ ഭരിച്ചിരുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ ഇന്ത്യത്തെ ആൾക്കാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ചിലരുടെ പേരെങ്കിലും, കുറച്ചു പേരുടെ പേരെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക, ഇവർ ഇന്ന വംശങ്ങളിൽ പെട്ടതാണെന്ന് ഓർത്തിരിക്കാം. അടുത്ത ഒരു തുടർ പ്രവർത്തനം തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. അത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ.
ഇൽത്തുമിഷുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൃഷ്ണദേവരായർ നമ്മളിപ്പോൾ അവസാനം പറഞ്ഞു പോയതാണ്. പിന്നെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമ്മൾ പറഞ്ഞു, ബാബറും നമ്മൾ പറഞ്ഞു. പിന്നെ ബാബറിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, അക്ബർനാമ അല്ലെ, അതിന് 3 പാർട്സ് ഉണ്ട്. അതാരാ എഴുതിയെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, ബാബറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. അബുൽ ഫസർ എന്ന് പറയുന്ന ആളാണ് എഴുതിയത്. അബുൽ ഹസല് അത് അക്ബർനാമ എഴുതി 3 പാർട്ടുകളുണ്ട്. ഒന്നാമത്തേത് അക്ബറിന്റെ മുൻഗാമികളെ കുറിച്ചും, പിന്നെ അക്ബറുടെ ഭരണകാലത്തെക്കുറിച്ച്, പിന്നെ അക്ബറുടെ ഭരണ സംവിധാനത്തെ കുറിച്ചൊക്കെയാണ് അതിൽ എഴുതിയതെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ നോക്കിക്കേ, ഇൽത്തുമിഷുമായിട്ട് ബന്ധപ്പെട്ട ഏതാ? നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇൽത്തുമിഷിന്റെ സമയത്ത് അദ്ദേഹം ഏകീകൃത നാണയ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഏതാ? തങ്കൽ ജിദൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ നാണയത്തിന്റെ പേരും പഠിച്ചു. അപ്പൊ ഇൽത്തുമിഷുമായിട്ട് ബന്ധപ്പെട്ട ഏത് വരും? ജിദൽ നാണയമാണ് വരുന്നത്. ഇനി നോക്കിയാൽ കൃഷ്ണദേവരായർ നമ്മൾ അവസാനം കണ്ട 3 പേരായിരുന്നു. ഹരിഹരനും പിന്നെ ഹരിഹരനും ബുക്കനും കൃഷ്ണദേവരായരും. ഇവര് 3 പേരും ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? നമ്മുടെ വിജയനഗരം അല്ലെ, വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായർ. അതായത് വിജയനഗരം ചോളരാജ്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കൃഷ്ണദേവരായർ. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്തായിരുന്നു? തലസ്ഥാന മാറ്റം നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങോട്ട് മാറ്റി? ദേവഗിരിയിലേക്ക് അല്ലെ. ദേവഗിരി, അതായത് ദൗലത്താബാദ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് തലസ്ഥാനം മാറ്റിയത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന തലസ്ഥാന മാറ്റം. ഇനി നമ്മുടെ ബാബർ എന്തുമായിട്ട് ബന്ധപ്പെട്ട? നമ്മുടെ പാനിപ്പത്ത് യുദ്ധം അല്ലെ. നമുക്കറിയാം മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് ബാബർ ആയിരുന്നു. അത് 1526 പാനിപ്പത്ത് യുദ്ധം നമ്മുടെ സൽത്തനത്ത് വംശത്തിൽപ്പെട്ടവരെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് മുഗൾ ഭരണത്തിന് തുടക്കം കൊടുത്തത് നമ്മുടെ ബാബർ ആയിരുന്നു. ഇനി അക്ബർ നമ്മൾ പറഞ്ഞു മനസ്ബദ്ധാരി സമ്പ്രദായം എന്തായിരുന്നു? അവിടെ സൈന്യത്തിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ നിശ്ചിത എണ്ണത്തിലുള്ള സൈന്യാംഗങ്ങളെ കാണണം എന്നുള്ള രീതിയായിരുന്നു മനസ്ബദ്ധാരി സമ്പ്രദായം. അതുകൊണ്ടൊന്നായിരുന്നു അക്ബർ. അപ്പൊ ഈ ഒരു ഇത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഞാനിത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാം, മാസ്റ്റർ ഫോളോയിങ് ആയിട്ട് തന്നെ ഇട്ട് തന്നേക്കാം. അപ്പൊ അതുകൂടെ നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിലുള്ളത്. ഞാൻ PDF അത് 6ാം ക്ലാസ്സിൽ ഈ ഒരു യൂണിറ്റ് നമ്മുടെ PDF ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ നല്ല രസമായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് തന്നെ ഇരുന്ന് വായിച്ച് പഠിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ആണോ? അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പഠിച്ചിട്ട് കിടക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ താങ്ക് യു.